റിജു കാഞ്ഞുകാരൻ, റിജു പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ പ്രശ്ന പരിഹാരത്തിന് ചർച്ചകൾക്ക് അതിന് തയ്യാറാകാതെ ഞങ്ങൾ തെരുവിൽ നേരിട്ട് കൊള്ളാം എന്ന ഒരു സമീപനം, ഞങ്ങൾ ആൾബലത്തിൽ കൂടുതലാണ് എന്നുകൊണ്ട് അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് രക്തച്ചൊരിച്ചിലുകൾക്ക് ഇടവെക്കില്ലേ? അങ്ങനെ വിശ്വാസികളെ ഇളക്കിവിടാത്ത സമീപനം സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നേ വരെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റിട്ട് ഈ സമവായത്തിന് പോയി ചർച്ച നടത്തിയതല്ലാതെ ഒരു വർഷത്തിനിടയ്ക്ക് ഈ രൂപത അനുഭവിക്കുന്ന വേദന എന്താണ്, മക്കളെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ രൂപതയിലെ വൈദികരെ കാണാനോ വിശ്വാസികളെ കാണാനോ ഇവിടത്തെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളത്തിന്റെ മെത്രാപ്പോലീത്ത എന്ന് പറയുന്ന റാഫേൽ തട്ടിൽ ഒരു വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ തുറന്നു പറയേണ്ടി വരികയാണ്. ഞങ്ങൾക്ക് നാണമാകാണ്. ഞങ്ങളുടെ മെത്രാപ്പോലീത്ത എന്ന് പറയുന്ന ആൾ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് എത്ര ദൂരം നടക്കാനും പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എക്സ്ട്രാ ദൂരം നടക്കാൻ ഞാൻ തയ്യാറാണ്. എക്സ്ട്രാ ദൂരം പോയിട്ട് ഇപ്പോൾ നടത്തി വരുന്ന സമരം തുടരാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? ആ രീതിയിൽ ഈ നിലയിൽ തുടരാൻ തന്നെയാണോ? ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണ്. ഞങ്ങൾ ചർച്ചകൾ വിളിക്കുന്നില്ലല്ലോ. ഇവർ എറണാകുളം അതിരൂപതയുടെ കാര്യം തീരുമാനിക്കാൻ കൂടിയ മീറ്റിംഗ്, സിനഡ് മീറ്റിംഗ്, എറണാകുളം ഒരു 6 മണിയോടെ മാത്രം കൂടിയാലും തീരുമാനിച്ചാൽ വത്തിക്കാനിൽ കൂടിയ മീറ്റിംഗ്, ഇതിലൊന്നും എറണാകുളത്തെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ പോലും ഇല്ല. ഞാൻ 2 തർക്കങ്ങൾ നടക്കുന്നു. എറണാകുളത്തിന്റെ വിഷയം ചർച്ച ചെയ്യാണ്. എറണാകുളത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ല ഇതില്. എറണാകുളത്തിനെതിരെ സംസാരിക്കാനാണ് ബാക്കി എല്ലാവരും. പിന്നെ എങ്ങനെയാണ് ഏകപക്ഷീയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അൽമായക്കാരുടെ ഏറ്റവും വലിയ പരാതി. നോക്കാം നമുക്ക്. എന്തായാലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ജനാഭിമുഖ കുർബാന നടത്തണം എന്ന് ആവശ്യപ്പെടുന്നവർ പറയുന്നു. അവർ അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ചർച്ചകൾ ഉണ്ടാകട്ടെ.